സംസ്കാരമാണ്, നല്ല മേനറാൻ, നല്ല ബിഹേവിയറാൻ, നല്ല കൾച്ചറാൻ. ആ മക്കളങ്ങനെ ശീലിച്ചിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ചട്ടയിലെ ശീലം ചുടലവരെ, ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരെ കൈപ്പു ശമിപ്പതുണ്ടോ. കാരസ്കരം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാൽ കാഞ്ഞിരം എന്നാണ്. കാഞ്ഞിരം എന്ന് പറയുന്ന മരത്തിന്റെ കായ, അതിന്റെ വിത്ത്, അതിന്റെ കുരു, ആ കുരുവിന്റെ കയ്പ് എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്. കാഞ്ഞിരത്തിന്റെ കയ്പൊന്നു പോകാൻ സാധാരണ കയ്പുകളെയൊക്കെ മാറ്റുന്ന ഔഷധ കൂട്ടായ പാലിൽ കൊണ്ടുപോയി കാഞ്ഞിരക്കുരുവിനെ നമ്മൾ നിക്ഷേപിച്ചാൽ ഒരിക്കലും കാഞ്ഞിരക്കുരുവിന്റെ കയ്പിനെ പാലിന് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, പാലിനെ പോലും കാഞ്ഞിരക്കുരു കയ്പാക്കി മാറ്റിയിട്ടുണ്ടാകും. അതാണ് മക്കളുടെ ചെറുപ്പകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ചൈൽഡ്ഹുഡ്, നമ്മുടെ കുട്ടികളുടെ ശൈശവ ദശ എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം, വളരെ നിർണായകം, വളരെ ക്രൂഷ്യൽ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മക്കളെ സമീപിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അരുതായ്മകളിലേക്ക് വേലികൾ കെട്ടിയ വേലികൾ അതിലംഘിച്ചിട്ട് നമ്മുടെ മക്കൾ കടന്നുപോകും. ഉറപ്പാൻ മക്കൾക്ക് ശരിക്ക് കൃത്യമായ രീതിയിൽ മക്കളുടെ വിഷയത്തിൽ ഇന്റർപ്രിട്ടേഷൻ നടത്തൽ പാരന്റ്സിന്റെ ഒരു റോളാണ്. ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളാണ്. നമ്മൾ ഇന്ന് അനാഥൻ അല്ലെങ്കിൽ യതീം എന്ന് വിളിക്കുന്നത് ഏത് കുട്ടികളെ പറ്റിയാണ്? പിതാവ് മരിച്ചുപോയ മക്കളെ പറ്റിയാണ് നമ്മളൊക്കെ അനാഥൻ എന്ന് വിളിക്കാറുള്ളത്. എന്നാൽ കവി നമ്മളെ പഠിപ്പിക്കുകയാണ്, ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ബാലിൽ യതീമുൽ യതീമുൽ ഇൽമി വൽ അദബി. രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, യതീം എന്ന് നമ്മുടെ നാടൊട്ടൊക്കെ വിളിച്ചു നടക്കുന്നത് ഏത് മക്കളെ പറ്റിയാണ്? പിതാവ് മരിച്ചുപോയ കുട്ടികളെ പറ്റിയാണ് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ അത്തരം മക്കളെ പറ്റി യതീം എന്ന് വിളിക്കേണ്ട. അവരെ സംരക്ഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്, അവരെ ഏറ്റെടുക്കാൻ ഇവിടെ സിസ്റ്റങ്ങളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ പാർപ്പിടം, അവരുടെ മുന്നോട്ടുള്ള പ്രയാണം എല്ലാം ഏറ്റെടുക്കാൻ ഇവിടെ NGO-കളുണ്ട്, എല്ലാം ഏറ്റെടുക്കാൻ ഇവിടെ അസോസിയേഷനുകളുണ്ട്, എല്ലാം ഏറ്റെടുക്കാൻ ഇവിടെ യൂണിയനുകളുണ്ട്. അതുകൊണ്ട് ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു, പിതാവ് ചെറുപ്പത്തിലെ മരിച്ചുപോയ മക്കളെ പറ്റി നിങ്ങൾ അനാഥൻ എന്ന് വിളിക്കേണ്ട. കാലത്തിന്റെ പലകപ്പുറത്തുള്ള അനാഥനാരാൻ? ബാലിൽ യതീമുൽ യതീമുൽ ഇൽമി വൽ അദബി. യതീമുൽ ഇൽമി വൽ അദബ്, ഇൽമും അദബും നഷ്ടപ്പെട്ടവനാണ് യതീം. ഇൽമും അദബും നഷ്ടപ്പെട്ട കുട്ടികളാണ് യതീം. ആ യതീമുകളായ മക്കള് കാലത്തിന്റെ പലകപ്പുറത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ സ്ഥിതിവിശേഷങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എല്ലായിടത്തും. ഇപ്പൊ യൂറോപ്യൻ രാജ്യത്ത് ഒരു റോബോട്ടിനെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് സോഫിയ. ഒരു ഫീമെയിൽ റോബോട്ടാണ്. സോഫിയ ജനങ്ങളോട് സംസാരിക്കുന്നു. അത് മനുഷ്യനിർമ്മിതമായ റോബോട്ടാണ് എന്ന് പോലും കേൾക്കുന്ന ശ്രോതാക്കൾക്കോ കാണുന്ന ആളുകൾക്കോ തോന്നൂല. സോഫിയ ജനങ്ങളെ അഡ്രസ് ചെയ്യുകയാണ്, ജനങ്ങളോട് സംസാരിക്കുകയാണ്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടി സോഫിയ കൊടുക്കുകയാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ സോഫിയ തന്റെ സംസാരങ്ങളിലൂടെ ജനങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ്. ഈ അടുത്താണ് ഒരു കൃത്യമായി ഒരു മാസം മുമ്പ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കാണാൻ സോഫിയ കടന്നു വരികയാണ്. ഷെയ്ഖ് ഹസീനയുമായി 2 മണിക്കൂർ നേരമാണ് സോഫിയ എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ സ്ത്രീ റോബോട്ട് സംഭാഷണം നടത്തിയത്. അതുകൊണ്ട് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രങ്ങളെ പോലും ഏറ്റെടുത്ത സംവിധാനത്തിന്റെ ഉള്ളിൽ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റായ മൊബൈൽ ഫോണുകളാണ് നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്നത്. ഈ അടുത്താൻ റഷ്യ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ വിദഗ്ധനായ എഞ്ചിനീയറായ വെറും 23 വയസ്സ് മാത്രം പ്രായമായ ഫിലിപ്പ് ബുഡീക്കിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് കയ്യാമം വെച്ചിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയി. ആരായിരുന്നു ഫിലിപ്പ് ബുഡീക്കിൻ? ആ ഫിലിപ്പ് ബുഡീക്കിനാണ് 2500 കൗമാരക്കാര് ആത്മഹത്യ ചെയ്യാനുണ്ടായ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന കൊലയാളി ഗെയിമിന്റെ ഫാദറും ഫൗണ്ടറും അവനായിരുന്നു. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം കമ്പ്യൂട്ടർ ഗെയിം, മൊബൈൽ ഗെയിം നമ്മുടെ കുട്ടികൾ കളിച്ചില്ലേ? കേരളത്തിൽ എത്ര കുട്ടികൾ കയറെടുത്ത് തൂങ്ങി? കേരളത്തിൽ എത്ര ആണും പെണ്ണുമായ മക്കള് ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ട് ജീവൻ അവസാനിപ്പിച്ചു? കേരളത്തിൽ എത്ര കുട്ടികൾ കടലിൽ ചാടി? എത്ര കുട്ടികൾ ട്രെയിനിന് തലവെച്ചു? അതിന്റെ ഒടുക്കത്തെ എക്സാമ്പിളാണ് പാലക്കാട് ജില്ലയിലെ കുട്ടൻ എന്ന് പറയുന്ന 16 വയസ്സുള്ള കുഞ്ഞുമോൻ. അമ്മ പറയാൻ, കുട്ടൻ എന്റെ വീട്ടിലെ ഞങ്ങളുടെ മക്കളെ കൂട്ടത്തിലെ മൂത്ത മകനാൻ. കുട്ടന്റെ ചോട ഒരു കുഞ്ഞു പങ്ങളാൻ. അതുകൊണ്ട് അമ്മയായ എനിക്ക് കുട്ടന്റെ താഴെയുള്ള കുഞ്ഞു പങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം പോലുമില്ലായിരുന്നു. എന്നേക്കാൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അവരുടെ ചേട്ടനായ കുട്ടൻ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അവരുടെ പഠനത്തിന്റെ ട്യൂഷൻ ടീച്ചർ പോലും ചേട്ടനായ കുട്ടനാൻ. ആ കുട്ടനാണ് മാസങ്ങൾക്ക് മുമ്പ് അന്തർമുഖനായി നടക്കുന്നത്. അമ്മയോട് സംസാരം നിർത്തി, അച്ഛനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ നിർത്തി, പ്രവാസിയായ അച്ഛനെ പറ്റി ചോദിക്കുന്ന പോലില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം മുറ പോലെ ചെയ്തിരുന്ന കുട്ടൻ എല്ലാ കാര്യങ്ങളും അനുസരണയോടുകൂടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്ന കുട്ടനെ പിന്നെ ആ കാര്യത്തിന് വിളിക്കേണ്ട കാര്യം പോലില്ലാതെ കുട്ടൻ അമ്മയോട് പറയാൻ, അമ്മേ ഇനി വീട്ടിലെ ഒരു കാര്യം നിങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ പാടില്ല, നമ്മുടെ കുഞ്ഞുമോളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം, അതും ഇനി കുട്ടനെ ശ്രദ്ധിക്കാൻ നേരമില്ല. ആ നേരത്തും അമ്മക്ക് മനസ്സിലായില്ല പ്രിയപ്പെട്ട 16 വയസ്സുകാരനായ കുട്ടൻ ബ്ലൂ വെയിൽ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലെ കൊലയാളി ഗെയിമിന്റെ ബലിയാടായി പോയിട്ടുണ്ട് എന്ന്. ആ കുട്ടനെ ആറ്റുനോറ്റ് പോറ്റി ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച അമ്മ പോലും അറിഞ്ഞില്ല. ഇതെവിടെയാണ്? ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ സാക്ഷരതയിൽ നമ്മൾ 100%. കറുത്ത ഗണനായകൻ ടെലിവിഷന്റെ ചുടുചാനലിൽ പിടക്കുമുടലിനകം കുടലുമാല പിടയുംപടി മകന്റെ പുതുകണ്ണിനി കിടിലമാണ് പോലുത്സവം. നമ്മളെ കുട്ടികളൊക്കെ മാറിയത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടതിന്റെ നേർ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മകന്റെ പുതുകണ്ണ്. നമ്മുടെ കണ്ണുകളല്ല മക്കളുടെ കണ്ണ്, അത് പുതിയ കണ്ണുകളാണ്. നമ്മൾ കാണുന്നത് ബന്ധുമിത്രാദികളുടെ അസുഖങ്ങളെ പറ്റിയിട്ടുള്ള കാഴ്ചകളാണ്. മൂത്തമ്മാന്റെ എക്സ്റേന്റെ ലിസ്റ്റാണ്, എളാപ്പാന്റെ മരുന്നിന്റെ ലിസ്റ്റാണ്. അത് പുതിയ തലമുറക്ക് കാണാൻ കണ്ണിന് കാഴ്ചയില്ല. അത് അവരുടെ മുമ്പിലേക്ക് വരുമ്പോ അവരുടെ കണ്ണിന് മൂടുപടം പോലെ തിമിരം വീടിരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ചുള്ളിക്കാട് പാടിയത്. മകന്റെ പുതുകണ്ണിനി കിടിലമാണ് പോലുത്സവം, അവന്റെ ചെവി കേൾക്കയിലിനി ഉറുമ്പുതൻ ഭാഷണം. മകന്റെ ചെവിയിലേക്ക് ഇനി ഉറുമ്പിന്റെ ശബ്ദം പോലും കേൾക്കൂല. പണ്ടത്തെ കുട്ടികളൊക്കെ പ്രകൃതിയോട് അരിപറ്റി ജീവിക്കുന്ന മക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, കാട്ടാററിയാത്ത കുട്ടികളില്ലായിരുന്നു? ഈ ഇരിക്കുന്ന തല നരച്ചു പോയ കാരണന്മാര്, അവരുടെ പിന്നിലിരിക്കുന്ന കാരണത്തികളായ നമ്മുടെ വയോധികരായ മാതാക്കൾ, ആ മാതാക്കളുടെ പിതാക്കളുടെ ഒരു ബാല്യകാലം നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവർക്ക് പരിമിതമായ സൗകര്യങ്ങളാണ് പഠിക്കാനുണ്ടായിരുന്നത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതം. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ എന്റെ സ്കൂളിന്റെ ക്ലാസ് റൂമിൽ സ്ലൈറ്റ് എടുത്തിട്ട് കല്ല് പെൻസിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതി കുറിക്കുമ്പോ മഴ വന്നത് ആദ്യം അറിയുന്നത് എന്റെ സ്ലൈറ്റാൻ. അത്രമേൽ പടകി ദ്രവിച്ചു പോയ സ്കൂളിന്റെ മേൽക്കൂരയുടെ താഴെയാണ് ഞങ്ങൾ ആദ്യാക്ഷരം കുറിക്കാനിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ എത്ര അഡ്വാൻസ്ഡ് ആണ്. പഴയ കാലത്തെ പോലെയല്ല. ശ്രീമാൻ രാഹുൽ ഗാന്ധി വന്നിട്ട് സദസ്സിൽ നിന്ന് ആരെങ്കിലും വന്ന് പരിഭാഷപ്പെടുത്താൻ ധൈര്യം കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോ ആഗോള നേതാവിന്റെ ഒരു പ്രഭാഷണത്തെ അയത്നലളിതമായി യാതൊരു അസ്വാഭാവികതയുമില്ലാതെ സഭാകമ്പം തൊട്ട് തീണ്ടുക പോലും ചെയ്യാതെ ഒരു മദ്രസാധ്യാപകന്റെ കുഞ്ഞുമോടെ വന്നിട്ട് പരിഭാഷപ്പെടുത്താനുള്ള ത്രാണിയിലെ ആധുനിക വിദ്യാഭ്യാസം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പൗരാണികതയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം അനിവാര്യമാണ്. അന്ന് എത്ര
പരിമിതികൾക്കുള്ളിലാണ് നമ്മുടെ രക്ഷിതാക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ വളഞ്ഞുപോയ കമ്പിക്കടയിൽ നിന്ന് ജനാലയുടെ അരികട കാണുന്ന ബാല്യകാലം, പൊട്ടിപ്പൊളിഞ്ഞ വരാന്തകളെ കാണുന്ന ബാല്യകാലം, മേൽക്കൂര നഷ്ടപ്പെട്ടു പോയ ബാല്യകാലം, ഗുരുവന്ദനത്തിന്റെ ഭാഗമായി മാവിന്റെ ചോട്ടിൽ വന്നിട്ട് ഗുരുമുഖത്ത് നിന്ന് അറയും തറയും എഴുതി പഠിപ്പിച്ചു പോയ ബാല്യകാലം, ആ സ്ലൈറ്റ് പിടിച്ചിട്ട് കല്ല് മനസ്സിൽ പിടിച്ചിട്ട് മഴക്കാലത്ത് മഴയെ മാറി വായന്റെ ഇല പിടിച്ചിട്ട് ചേമ്പിന്റെ ഇല പിടിച്ചിട്ട് നടന്നുപോയ ബാല്യകാലം. ഇന്ന് ഞാൻ പ്രസിദ്ധനാൻ, ഇന്ന് ഞാൻ പ്രശസ്തനാൻ. അന്നത്തെ ബാലനാകുന്ന ഇന്ന് വലിയവനായി പോയ സകല ആളുകളും പാട്ടുപാടുകയാണ്. ഇന്ന് ഞാൻ പ്രസിദ്ധനാണ്, ഇന്ന് ഞാൻ പ്രസക്തനാൻ, ലോകം മുഴുവൻ എന്നെ നോക്കുകയാണ്. ഞാൻ പണ്ഡിതനാൻ, ഞാൻ സമ്പന്നനാൻ, നേടേണ്ടത് മുഴുവൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ നേട്ടങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചെടുത്തോ, എന്റെ സമ്പത്തിനെയും നിങ്ങൾ കൊണ്ടുപോയിക്കോ, എന്റെ സമ്പാദ്യവും എന്റെ പ്രശസ്തിയും നിങ്ങൾ കൊണ്ടുപോയിക്കോ. അതിന് പകരം നിങ്ങൾ എനിക്ക് തരേണ്ടത് ജവാനി, എന്റെ ബാല്യകാലമാണ് എനിക്ക് തിരിച്ചു തരേണ്ടത്. ആ ബാല്യകാലം എന്റെ സ്കൂളിന്റെ മുറ്റത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. 500 വയസ്സുള്ള ഒരപ്പൂപ്പനും കുഞ്ഞാണ്. കാരണം അവർക്കും അമ്മയുണ്ട് എന്ന് കവി പറഞ്ഞതും അതിന്റെ പേരിലാണ്. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ നമ്മുടെ മാതാവ് എത്ര വന്യവയോധികയായ മാതാവാണെങ്കിലും ശരി, 70കാരനായ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മാതാവിന്റെ മുമ്പിൽ വന്നുപെടുമ്പോ ഞാൻ പേരമക്കളുടെ പ്രതിതാവാണ് എന്ന ബോധമല്ല അയാളുടെ മുമ്പിലേക്ക് കടന്നു വരിക. ഞാൻ എന്റെ മാതാവിന്റെ മുമ്പിലുള്ള പുത്രനാൻ. ഈ ഉമ്മയുടെ കോന്തര പിടിച്ചിട്ടാണ് ഞാൻ ഈ ഊടുവഴിയിലൂടെ എന്റെ ബാലപാഠങ്ങളെ പഠിച്ചത്, എന്റെ ജീവിതത്തെ സാർത്ഥകമാക്കിയത് എന്ന് കുട്ടി അറിയാതെ ലോകത്തോട് വിളിച്ചു പറയുന്ന നൂറ്റാണ്ട് അത് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥിത്വത്തിന്റെ, പഴയ വിദ്യാർത്ഥിത്വത്തിന്റെ കഷ്ടപ്പാടുകൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. അവർക്ക് കാട്ടാററിയൂല, അവർക്ക് കാട്ടുതുമ്പി അറിയൂല, അവർക്ക് മിന്നാമിനിൽ നിന്റെ നുറുങ്ങുവട്ടം കാണുമ്പോ ആശ്ചര്യമില്ല, അവർക്ക് മഴയുടെ സൗന്ദര്യം അറിയൂല, അവർക്ക് ഒരു വിധത്തിലുള്ള ബാല്യകാലത്തിന്റെ ക്ലേശങ്ങളും അറിയൂല. നമ്മുടെ കുട്ടികൾ പിറന്നു വീഴുന്നത് തന്നെ ടാബിലേക്കാണ്, നമ്മുടെ കുട്ടികൾ പിറന്നു വീഴുന്നത് തന്നെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിലേക്കാണ്. നമ്മുടെ കുട്ടികൾക്ക് 2 ഉരുള ചോറ് വായിലൂടെ തൊണ്ടക്കുടിയിലൂടെ ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്യണം. ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ ഏതെങ്കിലും ഒരു വീഡിയോ മിന്നിത്തിളങ്ങിയാൽ നമ്മുടെ കുട്ടിയുടെ ജീവിതം സാർത്ഥകമായി എന്ന് കുട്ടിയല്ല മാതാവ് പോലും വീട്ടിന്റെ അകത്തളങ്ങളിൽ വിശ്വസിക്കുന്ന കാലഘട്ടത്തിന്റെ പരിപ്രേക്ഷ്യത്തിന്റെ ഇടയിൽ ഒരു പുനർവായനക്ക് അനിവാര്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ എടുക്കാൻ നമ്മൾ പോവുക. ഞാൻ ചോദിക്കട്ടെ, ഈ തിരിച്ചറിവ് പുതിയ തലമുറക്കില്ല. ടെക്നോളജി വികസിച്ചു, കമ്പ്യൂട്ടർ വികസിച്ചു, എല്ലാ സംവിധാനങ്ങളും വിരൽത്തുമ്പിലേക്ക് വന്നു. ഒരു വിരൽത്തുമ്പെന്ന് അമർത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് വിസ്ഫോടനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വീട്ടിൽ ഇരുന്നിട്ട് 2Gയിലൂടെ 3Gയിലൂടെ 4Gയിലൂടെ 4G+ലൂടെ സാധിക്കുന്ന കരവിരുതിന്റെ നൂറ്റാണ്ടിൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്കൊന്നുമില്ല. നമ്മൾ യതീമാണ്. കാരണം യതീമാരാണ്, ഇൽമും മതവും നഷ്ടപ്പെട്ടവരാണ്. ആ ഇൽമും മതവും നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി നമ്മുടെ മക്കൾ മാറുകയാണ്. സിറ്റുവേഷനലായ ഒരു മാനേജിങ് നമ്മളെ കുട്ടികളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾ കൊടുക്കണം, അനിവാര്യമാണ്. സിറ്റുവേഷനൽ കുട്ടികളുടെ വിഷയത്തിൽ എപ്പോഴും വേണ്ടത് സിറ്റുവേഷനലാണ്. അത് സാന്ദർഭികം, സന്ദർഭോചിതം. നമ്മൾ പറയാറുണ്ടല്ലോ അഫ്ളലുൽ ഇൽം. എത്ര ഇൽമുകൾ ലോകത്തുണ്ട്. ഫിലോസഫി ഒരു ഇൽമാൻ, ജിയോഗ്രഫി ഒരു ഇൽമാൻ, ബോട്ടണി ഒരു ഇൽമാൻ, ഫിസിക്സ് ഒരു ഇൽമാൻ, കെമിസ്ട്രി ഒരു ഇൽമാൻ, മാത്തമാറ്റിക്സ് ഒരു ഇൽമാൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു ഇൽമാൻ, സോഷ്യോളജി ഒരു ഇൽമാൻ, ഇപ്പുറത്തെ ഹദീസ് ഇൽമാൻ, തഫ്സീർ ഇൽമാൻ, ഉസൂൽ ഹമ, അതെല്ലാം ഇൽമാൻ. ഞാൻ ചോദിക്കട്ടെ,
അഫ്ളലുൽ ഇൽം, ഇത്രയും വലിയ വിജ്ഞാനത്തിന്റെ ശേഖരങ്ങളും ഭണ്ഡാരങ്ങളും നമ്മുടെ കൈക്കുടന്നയിലുണ്ടായിട്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഇൽമേതാൻ എന്ന ചോദ്യത്തിന്റെ മറുപടി ഇൽമുൽ ഹാൽ, അത് സന്ദർഭങ്ങൾക്ക് അനുചിതമായി പെരുമാറാൻ കഴിയുന്ന വിജ്ഞാനമാണ്. അതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ബയോളജി നമ്മളെ കുട്ടി പഠിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, വിഹിതമായ ബന്ധത്തിലൂടെ പിറന്നുപോയ മകനും ബയോളജിയുടെ ഭാഷയിൽ മനുഷ്യപുത്രനാണ്. അവിഹിതമായി അന്യായമായി ഹലാലല്ലാത്ത രീതിയിൽ പറന്നുപോയ കുഞ്ഞും ബയോളജിയുടെ ഭാഷയിൽ മനുഷ്യപുത്രനാണ്. ബയോളജിക്ക് അതേ പറയാൻ പറ്റൂ, ഇതും മനുഷ്യന്റെ കുട്ടി, ഇതും മനുഷ്യന്റെ കുട്ടി. ഇതിലപ്പുറം ഒരു വേർതിരിവിന് ബയോളജിയുടെ ശാഖക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയൂല. അവിടെയാണ് മതകലാലയത്തിന്റെ പ്രസക്തി മക്കളിലൂടെ ഓർമ്മപ്പെടുത്തേണ്ടത്. നമ്മുടെ കുട്ടി അവിടെ പഠിച്ചതേതാൻ? ഇത് വിഹിതമാണ്, ഇത് അവിഹിതമാണ്, ഇത് വിശുദ്ധമാണ്, അത് അവിശുദ്ധമാണ്. അതുകൊണ്ട് വിശുദ്ധത്തെ വിശുദ്ധമായും അവിശുദ്ധത്തെ അവിശുദ്ധമായും വിഹിതത്തെ വിഹിതമായും അവിഹിതത്തെ അവിഹിതമായും ബോധ്യപ്പെടുത്താനുള്ള ഒരു പക്വമതിയായി നമ്മുടെ മകൻ നമ്മുടെ മകള് വളരാന്നുള്ളതാണ്. കതിരും പതിരും തിരിച്ചിട്ട് കാര്യങ്ങളെ ബോധിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥിത്വത്തിന്റെ ഉത്തരവാദിത്തം. അല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് എന്തിന്റെ കുറവാണുള്ളത്? പണ്ടത്തേനേക്കാൾ നമ്മുടെ കുട്ടികൾ അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് സയൻസിന്റെ ശാഖകളിലൂടെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പറക്കുകയാണ്. സർവകലാശാലകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ സർവകലാശാലകൾ പോലെ സ്ഥാപനങ്ങൾക്ക് മുകളിൽ സ്ഥാപനം മുട്ടിന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥാപനങ്ങളുടെ കുറവില്ല, സംവിധാനങ്ങളുടെ കുറവില്ല, മൂല്യങ്ങളുടെ കുറവാണ് പുതിയ വിദ്യാർത്ഥി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂല്യങ്ങളുടെ കുറവ് പരിഹരിച്ചേ മതിയാകൂ. PR നമ്പ്യാരുടെ നിപ്പോൺ ടക്കി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, കഥയുണ്ട്. PR നമ്പ്യാർ നല്ല രചനകൾ നടത്തിയ കേരളത്തിലെ ഇരുത്തം എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ നിപ്പോൺ ടക്കി എന്ന് പറയുന്ന കഥയിലെ 2 കഥാപാത്രങ്ങൾ ജർമ്മൻ സ്വദേശികളായ 35 വയസ്സുള്ള 2 യുവതികളാണ്. ആ 2 യുവതികളും അവിവാഹിതരാണ്. ആ 2 യുവതികൾക്കും കയ്യിൽ പിടിക്കാൻ 2 വളർത്തു പട്ടികൾ അവർ കൂടെ കൊണ്ടു നടക്കുകയാണ്. ചെങ്ങല കഴുത്തിലിട്ട 2 വളർത്തു പട്ടികളെ ആ ചങ്ങലയുടെ അഗ്രഭാഗം കയ്യിൽ പിടിച്ചിട്ട് വളർത്തിക്കൊണ്ടുപോകാൻ 10 വർഷമായി ഇവർ തുടങ്ങിയിട്ട്. ഇവർ അവിവാഹിതരാണ്. ഇവർക്ക് കൂട്ടിന് എപ്പോഴും ഇവരുടെ വളർത്തുപട്ടികളാണ്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഈ പെണ്ണുങ്ങളെ സമീപിച്ചിട്ട് ഈ 35 വയസ്സുകാരികളായ പെണ്ണുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ യുവതികളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല പ്രായത്തിലാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ നട്ടുച്ച നേരത്താണ്. അതുകൊണ്ട് ഈ പ്രായത്തിലും എന്തുകൊണ്ട് നിങ്ങൾ വിവാഹിതരാകുന്നില്ല? ആ സ്ത്രീകൾ പറഞ്ഞു പോയത്, വിവാഹം സ്വാതന്ത്ര്യത്തിന്റെ തടസ്സമാണ്. വിവാഹിതരായാൽ മക്കളുണ്ടാകും, മക്കൾ സഞ്ചാരത്തിന്റെ തടസ്സമാണ്. അതുകൊണ്ട് മക്കൾ എപ്പോഴും ഒരു ശല്യമാണ് എന്ന് മറുപടി പറഞ്ഞുപോയ യുവതികളുടെ ഈ മറുപടിയാണ് PR നമ്പ്യാരുടെ നിപ്പോൺ ടക്കി എന്ന കഥയിലെ ഇതിവൃത്തം. അതുപോലെയായി നമ്മുടെ പുതിയ ക്യാമ്പസുകൾ മാറുകയാണ്. ഐ ആം അലോൺ എമംഗ് ദി പീപ്പിൾ, ഞാൻ ജനങ്ങൾക്കിടയിൽ ഒറ്റക്ക് ജീവിക്കുമെന്ന് പുതിയ കൗമാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ സ്റ്റഡി ടൂറുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മലയാളിയായ അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായത്. അത് ചർച്ചകൾക്ക് മുകളിൽ ചർച്ചകളിലേക്ക് കടന്നുപോയത്. അയാൾ എന്താണ് എഴുതിയത്? അതൊരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകന്റെ റോളാണ്. ആ അധ്യാപകൻ എഴുതിപ്പോയി, ഇന്ന് പല സ്കൂളുകളിലും നടത്തുന്ന ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള സ്റ്റഡി ടൂറുകൾ, വിനോദയാത്രകൾ അധ്യാപകരുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അത് കുട്ടികളുടെ യൂണിയനുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ കുട്ടികളുടെ യൂണിയൻ നേരെ ടൂർ ഓപ്പറേറ്റർമാരുമായിട്ട് കാര്യങ്ങൾ തയ്യപ്പിലാവുകയാണ്. നമ്മുടെ 16, 17, 18 വയസ്സുള്ള മക്കള് വിനോദയാത്രയുടെ പേരിൽ ഇടകലർന്നിട്ട് സങ്കലനത്തിന്റെ പുതിയ തത്വശാസ്ത്രം പഠിക്കാൻ സ്കൂളിൽ നിന്ന് DJ ജോലിക്ക് വേണ്ടി ടൂർ പോവുകയാണ്. അവരെവിടെയാണ് അധിവസിക്കുന്നത്? അവരേതൊക്കെ സ്ഥലത്താണ് സന്ദർശകരാകുന്നത്? അവരെന്തൊക്കെയാണ് ആഹരിക്കുന്നത്? അവരെന്തൊക്കെയാണ് കുടിക്കുന്നത്? അവരെന്തൊക്കെ മദ്യത്തിന്റെ ചാരായത്തിന്റെ ലഹരിയുടെ ടേസ്റ്റുകളാണ് രുചിക്കുന്നത് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. DJ ജോക്കികളുടെ കൂടെയാണ് അവര്. ഈ DJകൾ എന്ന് പറയുന്നത് തന്നെ ഇതിനാണ് ഡിസ്ക് ജോക്കി. ഡിസ്കിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് കൊണ്ടടിച്ചിട്ടൊരു പുതിയ സംഗീതാത്മകത, അതിലൊരു മെലഡി പിറക്കണം, അതിനൊരു
ടെമ്പോ വേണം, അതിനൊരു പിച്ച് വേണം. ആ ടെമ്പോക്ക് അനുസൃതമായി പുതിയ കലാലയങ്ങളിലെ വർണ്ണങ്ങൾ തുടിക്കുന്ന വിദ്യാർത്ഥിത്വം താളം പിടിക്കണം. അവർ ധരിക്കുന്ന വേഷം എന്നുള്ളത് അതിൽ ഇടപെടാൻ ഒരു അധ്യാപകന് റോളില്ല. മുഴുവൻ കുട്ടികളുടെ കയ്യിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ലോകത്ത് നമ്മുടെ കുട്ടികളൊക്കെ നായകനില്ലാപ്പട നായപ്പടയായി കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരു അഖീദ പഠിപ്പിച്ചു കൊടുത്തത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് നമ്മൾ അഖ്ലാഖ് പഠിപ്പിച്ചു കൊടുത്തത്? എന്തിനാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ തഫ്സീർ പഠിപ്പിച്ചു കൊടുത്തത്? നിസ്കാരത്തിന് കൈ വെക്കേണ്ടത് എങ്ങനെയാണ്, സുജൂദിന് കാല് വെക്കേണ്ടത് എങ്ങനെയാണ്, വുദൂ എടുക്കുമ്പോ അതിന്റെ ഷർത്ത് ഇതാണ്, ഫർദ് ഇതാണ്, സുന്നത്ത് ഇതാണ്, നിസ്കരിക്കുമ്പോ അബ്ആദ് ഇതാണ്, ഹൈആത്ത് ഇതാണ്, നിസ്കാരത്തിന്റെ റുക്നുകൾ ഇത്രയാണ്, അതിന്റെ ഷർത്തുകൾ ഇത്രയാണ്, അതിന്റെ സുന്നത്തുകൾ ഇത്രയാണ്. ഒരു പൂർണ്ണമായ നിസ്കാരത്തിന്റെ രീതിശാസ്ത്രം നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് നാലാരുടെ മുമ്പിൽ അവൻ നിസ്കാരം പെർഫോം ചെയ്യാനല്ല. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ഇത് പരിശുദ്ധ വിശ്വാസിയുടെ ധർമ്മമാണ്. ഇത് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളിൽ എത്ര മക്കൾക്കറിയാം ഒരു മുഹർ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പ്രായപൂർത്തിയായ മകനാണ് ഞാനെങ്കിൽ മനഃപൂർവമാണ് എന്റെ ഒരു വക്ത് നിസ്കാരം ഞാൻ വിച്ഛേദിച്ചത് ഒഴിവാക്കിയത് എങ്കിൽ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പുറത്താണ് എന്ന് എത്ര മക്കളെ ഗൗരവത്തോടുകൂടി നമ്മൾ ബോധ്യപ്പെടുത്തി. അല്ലാത്ത എല്ലാ കാര്യം നമ്മുടെ കുട്ടികൾക്കറിയാം. സ്പോർട്സ് താരങ്ങളുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കുട്ടികൾക്കറിയാം. അവരുടെ വരുമാനം നമ്മുടെ കുട്ടികൾക്കറിയാം. അവരുടെ യാത്രകൾ നമ്മുടെ കുട്ടികൾക്കറിയാം. അവർക്ക് മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മക്കളുടെയും പ്രായം പോലും നമ്മുടെ കുട്ടികളെ തെറ്റാതെ പറഞ്ഞു തരുന്നതാണ്. അതിന്റെ ഇടയിലാണ് ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ പൂർവസൂരികൾ കടന്നുപോയത്. അത് പുതിയ തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം. മരണം മുതഅല്ലിമിനല്ലാത്ത എല്ലാ ആളുകൾക്കും ഓർക്കണം. മുതഅല്ലിമിന് മാത്രം മരണം ഓർക്കൽ സുന്നത്തില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ ഇർഫാനിയായ ഉലൂഹിയായ വിജ്ഞാനങ്ങളുടെ നൂറ് കൊണ്ട് അവന്റെ കൽബിനെ അവൻ ഇങ്ങനെ നിറക്കാൻ, ആ നേരം കൊണ്ട് അവൻ നിറക്കുകയാണെങ്കിൽ എയിമ കൊണ്ട് അവന്റെ കൽബ് നിറയട്ടെ. അത് കണ്ടിട്ടാണ് മുതഅല്ലിമ് മരണത്തെ ഓർക്കണ്ട എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാ ആളുകളും മരണത്തെ ഓർക്കണം. നറൽ അംവാത് സയമുറു അമാമനാ കുല്ലയൗം. മയ്യത്തുകൾ നമ്മുടെ മുമ്പിലൂടെ പോകുന്നു. ഓരോ പള്ളിക്കാടിലും മയ്യത്തുകളെ നമ്മൾ കാണുകയാണ്. ഓരോ മയ്യത്തുകൾക്ക് ഓരോ പ്രായമാണ്. ഷഹില മരിച്ചുപോയത് സർപ്പദംസനമേറ്റിട്ടാണ്. അഫീൽ മരിച്ചുപോയത് ഹാമർ തലയിൽ വീണിട്ടാണ്. ഓരോ കുട്ടികളുടെയും മരണം ഉന്നാവിലെ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ച പ്രതികൾ, ആ പ്രതികളെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന സ്വപ്നം കണ്ടെത്ത് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി കേസിന് വാദിക്കാൻ കോടതിയിലേക്ക് വക്കീലിനെ കാണാൻ ഡോക്യുമെന്റ്സുമായി വെളുപ്പാങ്കാലത്ത് പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ പെൺകുട്ടിയെ ആണ് പ്രതികൾ തീവച്ച് കൊന്നത്. ആലോചിക്കൂ നിങ്ങൾ. ഹൈദരാബാദിലെ വെറ്റിനറി ഡോക്ടറായ യുവതിയെ കൊലപ്പെടുത്തിയതും 4 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ വിചാരിച്ച ഞങ്ങൾ കൊലയാളികളാണ്, ഒരു മുഹൂർത്തത്തിൽ ഞങ്ങളും കൊല ചെയ്യപ്പെടുന്നവരാണ്. എന്നാൽ ആ യുവതിയെ മാനഭംഗപ്പെടുത്തിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ച് ചാമ്പലാക്കിയ ഇവർ മരിച്ചുപോയത് ഏതെങ്കിലും കോടതി തൂക്കിലേറ്റിയിട്ടല്ല, ഏതെങ്കിലും ജയിലിന്റെ അടികൾ എണ്ണി ജീവിതം അവസാനിപ്പിച്ചിട്ടല്ല. അവര് മരിച്ചുപോയതിന്റെ രംഗം അതിലേറെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രംഗമാണ്. അതുകൊണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. നമ്മുടെ മക്കളുടെയും തലക്ക് മുകളിലൂടെ ആ കോമാളി ഡെമോക്രസിന്റെ വാട് പോലെ ഇങ്ങനെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്നൊന്നും അറിയാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഭൗതിക ലോകം നമ്മളെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടുപോയത് മാതാവ് കൊടുത്ത ഗുളിക, ഇത്ര വലിപ്പമുള്ള ഒരു ഗുളിക വായിലേക്ക് കൊണ്ടുപോയി തൊണ്ടക്കുഴിയിലൂടെ വയറ്റിലേക്ക് ഇറക്കുന്നതിന്റെ ഇടയിൽ ആ ഗുളിക തൊണ്ടയിൽ കുരുങ്ങി. അത് കാരണം ശ്വാസോച്ഛ്വാസത്തിന് പരിമിതി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ശ്വാസം മുട്ടി മരിച്ചുപോയ 4 വയസ്സുകാരൻ
നബിമാരന്റെ ഫോട്ടോ സഹിതമുള്ള സചിത്ര വാർത്ത, ചിത്രസഹിതമുള്ള വാർത്തയാണ് ഇന്നത്തെ പത്രം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂരിലെ തളിപ്പറമ്പിലെ 4.5 വയസ്സുള്ള അധ്യാപക ദമ്പതികളുടെ ബാലൻ ഇന്നലെ സന്ധ്യാനേരത്ത് മരിച്ചുപോയത് എങ്ങനെയാണ്? ലിഫ്റ്റിന് വേണ്ടി കുഴിക്കപ്പെട്ട കുഴിയിലേക്ക് കാലി തന്നെ വീണിട്ടാൻ. ഓരോ മരണങ്ങൾക്കും ഓരോ സ്വഭാവം, ഓരോ മരണങ്ങൾക്കും ഓരോ പ്രായം. ഇതുപോലെ ദുനിയാവെന്താണെന്ന് മനസ്സിലാക്കാൻ, ഇത് മക്കളെ ബോധ്യപ്പെടുത്താൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കളാണ് പൊടുന്നനെ മരിച്ചു പോവാൻ. നല്ല ജിംനേഷ്യത്തിലൊക്കെ പോയി നല്ല പവർഫുൾ ബോഡിയാണ്. ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് അഭിപ്രായം പറയും, ഓ ഈ അടുത്തൊന്നും കൊളസ്ട്രോൾ വരൂല. അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ വന്നാണ്ട് അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തു, ഓ ഈ അടുത്തൊന്നും ഷുഗർ വരൂല. വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഈ അടുത്തൊന്നും നിന്റെ ഹൃദയം ബ്ലോക്ക് ആവാനുള്ള സാധ്യതയില്ല. നമ്മൾ കൂടെ കൂടെ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. അള്ളാന്റെ മശീഅത്തില്ലാതെ എന്താണ് ഇവിടെ നടക്കുക പ്രിയപ്പെട്ടവരെ? അത് മക്കളെ ബോധ്യപ്പെടുത്തണം. കുട്ടി വന്നിട്ട് സ്കൂൾ വിട്ടിട്ട് നേരെ പോവാൻ, നീ എപ്പോഴാ വരിക? ഞാൻ ഉറപ്പാ ഉമ്മ മഗ്രിബ് കഴിഞ്ഞാ വരും, ഇൻഷാ അല്ലാഹ് പറയടാ. അവിടെ ഉമ്മ ഇടപെടണം പ്രിയപ്പെട്ടവരെ, അവിടെ ഉപ്പ ഇടപെടണം പ്രിയപ്പെട്ടവരെ. അതാണ് ഒരു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർത്തവ്യങ്ങളിലേക്ക്, ചുണ്ടിലേക്ക് അമ്മിഞ്ഞ പാല് മുലക്കണ്ണികൾ വെച്ചു കൊടുക്കുമ്പോ, കുഞ്ഞതിനെ ഊമ്പി കുടിക്കുമ്പോ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയാൽ എന്റെ മുലക്കണ്ണികൾ എന്റെ കുഞ്ഞിന്റെ നാസാരന്ധ്രങ്ങളിൽ അമർന്നുപോയി എന്റെ കുഞ്ഞിന് ശ്വാസം മുട്ടുമോ എന്ന ഭയം മാതാവിനെ ഭീതിപ്പെടുത്തുകയാണ്. ഓരോ ചലനങ്ങളിലും കരുവാന്റെ ആലയിലും മുയലിനെ പോലെ ഉമ്മ പേടിക്കുകയാണ്. മുട്ടിന് പേടിയാൻ. പിന്നെ കുഞ്ഞൊന്ന് വളർന്ന് അടുത്ത സ്റ്റേജിലെത്തി, നടക്കാൻ തുടങ്ങി, പിച്ച വെക്കാൻ തുടങ്ങി, അപ്പോഴും ഭയം. കുഞ്ഞ് വീണുവോ, എന്റെ കുഞ്ഞ് വീഴുവോ? ഓരോ സ്ഥലത്തും നമ്മളെ കുട്ടികൾ പേടിച്ചുകൊണ്ട് നമ്മളെ മക്കളെ വളർത്താൻ. പിന്നെ അടുത്തത് ഒരു 3.5 വയസ്സ്, 4.5 വയസ്സ്, 5 വയസ്സിന്റെ മുമ്പായിട്ട് തുടങ്ങും, എന്റെ കുട്ടി എവിടെയെങ്കിലും ഒന്ന് ചേർക്കണം. മക്കളെ ചേർത്തി കഴിഞ്ഞാലോ സ്കൂൾ ജീവിതമായിട്ട് കൊണ്ട് കുട്ടി പൊരുത്തപ്പെടുന്നുണ്ടോ? എന്റെ കുട്ടിന്റെ പഠനം എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്റെ കുട്ടിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓരോ പ്രോഗ്രസ് റിപ്പോർട്ടുകളും മാതാവിന്റെ മനസ്സിലെ എഡിറ്റ് ചെയ്യാൻ, ആ റിപ്പോർട്ടുകൾ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുമ്പോ ഒരു UP സ്കൂൾ ലെവലിലെത്തുമ്പം അങ്ങനെ സമാധാനിക്കാൻ, ഉപ്പങ്ങനെ സമാധാനിക്കാൻ. കാരണം ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എന്റെ കുഞ്ഞിന് സ്വന്തം ചെയ്യാനായല്ലോ, അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾ ഓടുന്നു, മക്കൾ ചാടുന്നു, നടക്കുന്നു, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നു, പ്രാഥമിക കർമ്മങ്ങൾ അടക്കം കൃത്യമായി എല്ലാം കഴിയുന്നു. പക്ഷേ ഇനി എരിട്ടിയിലേക്ക് എണ്ണയൊഴിച്ച പോലെ അടുത്ത ഹൈസ്കൂൾ ലെവലിലേക്ക് നമ്മളെ കുട്ടികൾ കയറുമ്പോ കനല് വീണ്ടും ഉരുകി നീറ്റലായി മാറുകയാണ്. എന്തുകൊണ്ട്? അതങ്ങനെയാണ്, ദുനിയാവിന്റെ സ്ഥിതി അങ്ങനെയാണ്. പിന്നെ കൗമാര പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അഫേഴ്സ്, പിന്നെ നമ്മുടെ കുട്ടികൾ വർണ്ണങ്ങൾ കാണാൻ, പിന്നെ നമ്മുടെ കുട്ടികളെ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ കളറുകൾ കാണാൻ. എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായിക്കൂടാ? പഠിക്കാൻ മിടുക്കിയുമായി നമ്മുടെ കുട്ടി വഴിയരികിൽ വെച്ചിട്ട് എവിടെയാണ് പാഠപുസ്തകങ്ങളെ തലാക്ക് ചൊല്ലിയത് എന്ന് നമ്മൾ പോലും തിരിച്ചറിയാതെ പോവാൻ. ഉമ്മയോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന കുട്ടി, ഉപ്പയോട് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്ന കുട്ടി വീട്ടിൽ സൈലന്റ് ആവുകയാണ്, പുറത്ത് ടോക്കറ്റീവ് ആവുകയാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മുടെ മക്കൾ ഇങ്ങനെ മെല്ലെ ചേക്കേറുകയാണ്. അവനാണ് ലോകത്തെ അടക്കി ഭരിക്കുന്നത് എന്ന തോന്നൽ അവനെ രൂക്ഷമായ നിലപാടുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അറ്റൻഷൻ സീക്കിംഗ്, മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ ചില വ്യതിയാനങ്ങൾ. ചിലപ്പം ചില കുട്ടികൾ കോക്കസ് ആയി കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടിയ കുക്കീരിയും പമ്പൻ എന്ന് പറഞ്ഞ മാതിരി ബഹളം വെക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി
പ്രശ്നം ഉണ്ടാക്കും. ഒരു ബൈക്ക് റേസിംഗ് നടത്തുകയാണെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഓടിച്ചൂടാ അതിന്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് ഇടയിൽ പെട്ടിട്ട് ഉപദേശിക്കാൻ വേണ്ടി പക്വമതികളായ കാരണന്മാരെ ഇറങ്ങി തിരിച്ചാല് അവര് പറഞ്ഞതിൽ കാര്യം കിട്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ചേതോഹരമായ ചിന്തക്ക് പകരം അങ്ങനെ പറയാൻ ഓലാര എന്നുള്ള ഒരു ചിന്ത മക്കൾക്കിടയിൽ വീണ്ടും രൂപപ്പെടുന്നു. ഒരു കോക്കസ് സ്വഭാവം നമ്മുടെ കൗമാരക്കാർക്കിടയിൽ വരുന്നു. ഈ കോക്കസ് സ്വഭാവം ടൂർ പോകുന്നിടത്തും എല്ലാത്തടത്തൊക്കെ ഉണ്ടാകാൻ. മൂന്നാറിലേക്ക് ടൂർ പോയ ഒരു ചെറുപ്പക്കാരനായ കുട്ടി പറഞ്ഞു, SLC പരീക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ടൂർ പോയത്. എന്റെ കൂടെ +2 കുട്ടികളും സീനിയേഴ്സും ഡിഗ്രിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടെമ്പോ ട്രാവലിലാണ് ഞങ്ങൾ ടൂർ പോകുന്നത്. മൂന്നാറിലെ മലമടക്കുകൾക്ക് മുകളിലെത്തിയപ്പോ നല്ല സൈറ്റ് സീയിങ്ങിന്റെ കാഴ്ച കാണുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഞങ്ങൾ നിരന്ന് പോസ് ചെയ്തു. ഫോട്ടോ സെഷൻ അവസാനിച്ചു. ഞങ്ങളുടെ സീനിയേഴ്സ് വന്നിട്ട് ടെമ്പോ ട്രാവലറിന്റെ ടിക്ക് തുറന്നിട്ട് അതിൽ നിന്നൊരു ബോക്സ് എടുക്കുകയാണ്. ആ ബോക്സിന്റെ അകത്ത് മുഴുവൻ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത മദ്യക്കുപ്പികളാണ്. അവര് പറഞ്ഞു, എല്ലാവരും കുടിച്ചിട്ടേ ഇവിടെ നിന്ന് സദസ്സ് പിരിയൂ എന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞ ഞാൻ പേടിച്ചു പോയി എന്ന അനുഭവം പങ്കുവെച്ച ഈ കുട്ടി പറഞ്ഞു, ഒരു സിഗരറ്റ് പോലും വായിലേക്ക് ചുണ്ടിലേക്ക് വെക്കാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഒരു ശീലം വീട്ടിൽ നിന്ന് പഠിക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഞാൻ അംഗീകരിക്കാം, ഞാൻ നിങ്ങളെ വഴിപ്പെടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുടിച്ചോളൂ, അത് മുടക്കാൻ ഞാൻ വരൂല. ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ കുടിപ്പിക്കരുത്, അത് നിങ്ങൾ പരിഗണിക്കണം. അത് എന്റെ പൊളൈറ്റ്നെസ്സോടുകൂടെയുള്ള റിക്വസ്റ്റ് ആണ്. ഫ്രണ്ട്സ് എന്ത് ചെയ്തു? ഫ്രണ്ട്സ് ആണല്ലോ, അവര് പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ഈസ് ഫ്രണ്ട്ഷിപ്പ് എന്നും ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ വീട്ടിൽ പോയി വീട്ടുകാരൊപ്പം കൂടിക്കോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പോയി കുടുംബക്കാരൊപ്പം കൂടിക്കോ. ടൂർ പോന്നിട്ടുണ്ടെങ്കിൽ ടൂറിന്റെ എൻജോയ്മെന്റ് മുഴുവൻ തീർന്നിട്ട് ഈ ടൂർ ഇവിടെ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ടൂറിന്റെ എൻജോയ്മെന്റിൽ മണ്ണിടാൻ വരുന്നവർക്ക് KSRTC ബസ്സിൽ നാട് പിടിക്കാം. ഞങ്ങളുടെ കൂടെ കൂടേണ്ട ആവശ്യമില്ല. ഈ കുട്ടി പതിയെങ്ങനെ പേടിച്ചു പോയി. നാളെ നേരം പെടുത്താലും നാട്ടിൽ പോയാലും ഇവരെ തന്നെയാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇവരോട് തന്നെയാണ് എനിക്ക് അഡ്രസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊരു മുറുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇവരെ തെറ്റിക്കേണ്ട ഗതികേട് വരൂലല്ലോ എന്ന് തോന്നി. മനസ്സോടുകൂടെ ഇവന്റെ തൊണ്ടക്കുടിയിലേക്ക് ഇവൻ മദ്യത്തിന്റെ 2 മുറുക്ക് ഇറക്കിക്കൊണ്ടു പോവുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആദ്യത്തെ കനലാൻ. പിന്നെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ത്? കുടിക്കണ നേരത്തുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടായിട്ടില്ല. കാരണം ആദ്യത്തെ കുടി കഴിഞ്ഞല്ലോ. ഹബീബ് പറഞ്ഞു, മക്കളെ വിഷയത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തീ പന്തത്തെയല്ല, തീ ഗോളത്തെയല്ല, ചെറിയ തീപ്പൊരിയെയാണ്.